ഒരു SMBS സർവീസിങ് ഒന്നല്ല, ഒന്നോ രണ്ടോ മൂന്നോ ടൈപ്പ് മോഡൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് SMBS സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യമേ എല്ലാവരും പഠിച്ച് ശീലിച്ച് വന്നിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ആ റെസിസ്റ്റർ ഉണ്ടോ, ഈ റെസിസ്റ്റർ ഉണ്ടോ, ഇതൊന്നും ഒരു സർവീസിങ് മെത്തേഡല്ല. നിങ്ങൾക്കത് കാണുമ്പോഴോ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മെൻ്റലി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രെയിനിൽ വരണം. എന്നിട്ട് ഓരോ സെക്ഷൻ നോക്കുന്ന സമയത്ത് ഏത് സെക്ഷനിലാണോ ഫോൾട്ട്, ആ ഫോൾട്ട് മാത്രം ശരിയാക്കിയാൽ മതി. അതുകൊണ്ടാണ് 99% ഇലക്ട്രോണിക്സ് പഠിക്കാത്ത ആൾക്കാർ പല മേഖലകളിലും വിജയകരമായിട്ട് റിപ്പയറിംഗ് നടത്തി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ആ സിസ്റ്റമാണ് ഈ SMBS സർവീസിങ് അല്ലെങ്കിൽ ഇൻവെർട്ടർ ബോർഡ് AC. എങ്ങനെ എല്ലാം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. SMBSൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവത്തിലും TV-ക്കകത്ത് വരും, അല്ലെങ്കിൽ നിങ്ങൾ ടേപ്പ് റെക്കോർഡറിനകത്ത് വരും, കമ്പ്യൂട്ടറിനകത്ത് വരും, ഡിസ്പ്ലേ ബോർഡുകളിനകത്ത് വരും, എവിടെ വന്നാലും കുഴപ്പമില്ല. അതിനൊക്കെ അടിസ്ഥാന തത്വങ്ങൾ സെയിമാണ്. ആ തത്വമാണ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളെ ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ ഇനി ടേബിളിൽ നിങ്ങൾക്ക് എല്ലാ വ്യത്യസ്ത SMBS അവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തന രീതി, AC ഇൻപുട്ട് മുതൽ ഔട്ട്പുട്ട് DC വരുന്നത് വരെ കൃത്യമായിട്ട് വിവരിച്ചു തരാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിലൊരു SMBS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സർവീസ് ചെയ്യാൻ നോക്കുന്നത്? ആദ്യം ഇതുപോലെ വല്ല കപ്പാസിറ്ററൊക്കെ ബൾജിങ് വന്ന് പൊട്ടിക്കിടക്കുക, അല്ലെങ്കിൽ വല്ല കരിഞ്ഞു പോവുക, അങ്ങനെ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്നത് റീപ്ലേസ് ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം, എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് കേട് വരണമെങ്കിൽ അതിന് മറ്റൊരു കാരണം കാണും. ആ കാരണം കണ്ടുപിടിച്ചതിന് ശേഷം വേണം നിങ്ങൾ സർവീസ് മാറ്റിയിടാൻ, പാർട്സ് മാറ്റിയിടാൻ. ഇനി പലതരം SMBS വരുന്നുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്താണ് കോമൺ ബന്ധം? എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് സെക്ഷൻ വൈസ് ചെക്ക് ചെയ്യുന്നത്? അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു ടൈപ്പ് SMBS. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡിസ്പ്ലേ ബോർഡൊക്കെ കാണും, LED ഡിസ്പ്ലേ, വലിയ കടകളിലൊക്കെ പരസ്യത്തിന് ഉപയോഗിക്കുന്ന, അതിന് കൊടുക്കുന്ന ഒരു 12 വോൾട്ടിൻ്റെ അല്ല 5 വോൾട്ടിൻ്റെ ആംബിയർ കൂടിയ ടൈപ്പാണ്. ആംബിയർ വളരെ കൂടുതൽ ആവുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ട്രാൻസ്ഫോമറും ഈ കപ്പാസിറ്ററും വലിപ്പം കൂടുന്നത്. ആംബിയർ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് കുറയും. ഇനി ഒരു ടൈപ്പ് എല്ലാ 3 SMBSും കണ്ടതിന് ശേഷം നമുക്ക് വിശദമായിട്ട് കാണാം. ഇത് കമ്പ്യൂട്ടർ SMBS ആണ്. അതായത് കമ്പ്യൂട്ടറിനകത്തൊക്കെ വരുന്ന SMBS ആണ്. ഇതിനും കാണാം, ഇവിടെ കോയിൽ കാണാം, കപ്പാസിറ്റർ കാണുന്നുണ്ട്, IC വരുന്നുണ്ട്, 1-2 ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, ഒരു ഫാൻ, കൂളിംഗ് ഫാനും കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇൻവെർട്ടർ ACകളിൽ ഈ ടൈപ്പ് വരുന്നുണ്ട്. ഇതിനകത്തും ഇത് ഇൻഡോർ യൂണിറ്റാണ്. ഇതിനകത്തും ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മുഴുവൻ SMBS ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ അടിവശത്ത് ഒരു ലൈൻ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഏരിയ AC ആയിരിക്കും. ഇവിടെ വരെ ഈ ഭാഗം ഇങ്ങോട്ട് മുഴുവൻ DC ആയിരിക്കും. എന്താണ് ഇതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം? 230 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ ഏത് SMBS ആവട്ടെ, 3ലും അതിന് നമുക്ക് ആവശ്യമായ 5 വോൾട്ട്, 12 വോൾട്ട്, 3.2 വോൾട്ട് ഇങ്ങനെയുള്ള വോൾട്ടേജിലേക്ക് DC ആക്കി തരണം. ഇവിടെ AC ആണ് കൊടുക്കുന്നത് 230 വോൾട്ട്. നമുക്കിവിടെ DC നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റിത്തരണം. അതാണ് അതിൻ്റെ പ്രവർത്തനം. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ വരുന്നത് എയർ കണ്ടീഷണറാണ്. അത് നോക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഈ SMBS അല്ലെങ്കിൽ ഏത് ബോർഡും ഞാൻ ഈ പറയുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കാൻ വേണ്ടി എങ്ങനെ പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിൻ്റെ സർക്യൂട്ട് തിരഞ്ഞ് നിങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഒരുപോലെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതിൽ വെച്ച് തുടങ്ങാം. ഇതിലെന്താണ് കംപ്ലയിൻറ്റ് വരുന്നത്? നമുക്ക് ആവശ്യമായ DC കിട്ടുന്നില്ല, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AC കൊടുക്കുന്ന പോയിന്റ് ഇവിടെ കാണും, അതിൻ്റെ സ്റ്റിക്കറിൽ കാണും എവിടെയാണ് AC കൊടുക്കേണ്ടത്. ബോർഡിനകത്ത് AC ഇൻ, ഇത് എർത്ത് ബോഡിക്ക് കൊടുക്കുന്നതാണ്. ഫേസ് ന്യൂട്രൺ കൊടുക്കുന്നു. പിന്നെ ഇത് 3 പോയിന്റ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു നോബ്. ഇത്രയാണ് വരുന്നത്. ഇനി AC വരുന്ന സ്ഥലത്തായിരിക്കും എല്ലാ ബോർഡിനും ഫ്യൂസ്. ഇവിടെ ആദ്യം ഫ്യൂസിലോട്ടാണ് വരുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്യൂസ്. പിന്നെ അതുപോലെ ഇതിനകത്തും ഈ ടൈപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ AC വരുന്ന നോക്കൂ, എന്താ ഈ ഭാഗത്ത് ഈ സ്വിച്ച് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ വന്ന് ഡയോഡിൻ്റെ സെക്ഷനിലേക്ക് വരുന്നു. ഇവിടെ MOV കാണും. MOV എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചെറിയ നോർമൽ ഫ്യൂസാണ് ഇൻറ്റേർണലായിട്ട് വരുന്നത്. 230 AC ഇവിടെ വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. കാര്യം ഈ വയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക, അല്ലെങ്കിൽ ഉള്ളിൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാലും വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും. ചില കേസിൽ അങ്ങനെ വരാം. പിന്നെ നോക്കേണ്ടത് ഫ്യൂസാണ്. ഫ്യൂസ്, ഗ്ലാസ് ഫ്യൂസ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റുക. ഹോൾഡർ ടൈപ്പ് ആണെങ്കിൽ പ്രസ് ചെയ്തിടുന്നു, അല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ ഇവിടെ വെച്ച് ഡീസോൾഡർ ചെയ്തിട്ട് മാറ്റിയിടാം. പിന്നെ വരുന്ന MOV.
ഈ MOVൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് എന്ന് വെച്ചാൽ 230 ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിനനുസരിച്ചാണല്ലോ ഇവിടെ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 230 സ്ഥാനത്ത് ഇവിടെ ഒരു 500 വോൾട്ട് എന്ന് എന്താ സംഭവിക്കുക? ഈ സാധനങ്ങളൊക്കെ കരിഞ്ഞു പോകും മിക്കവാറും. അതെങ്ങനെയാണ് വരുന്നത്? ലൈറ്റ്നിങ്ങിൽ വരാം, ഇടിമിന്നൽ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ KCB ലൈനിൽ ഷോർട്ട് സർക്യൂട്ട് കമ്പികളെങ്ങാനും കൂട്ടി മരങ്ങളൊക്കെ വീഴുന്ന സമയത്ത് കൂട്ടി 440 ഒരു 2 സെക്കൻഡ് വന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ നശിച്ചു. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സെക്യൂരിറ്റി പർപ്പസാണ് ഇത് ഷോർട്ടാവുന്ന തമ്മിൽ ജോയിൻ്റ് കമ്പി പോലെ ഷോർട്ടായ എന്ത് സംഭവിക്കും? ഈ ഫ്യൂസ് കരിഞ്ഞു പോകും. അതല്ലെങ്കിൽ ഇവിടെ വെച്ച് പിന്നെ കറണ്ട് ഇങ്ങോട്ടൊന്നും പാസ് ചെയ്യില്ല. അങ്ങനെ ഇത് മുഴുവൻ സംരക്ഷിക്കപ്പെടും. അങ്ങനെ സെക്യൂരിറ്റി പർപ്പസാണ് ഈ 2 എല്ലാ SMPSനും കാണും. ഇനി നിങ്ങൾക്കറിയാം ഈ SMPS ഒക്കെ വർക്ക് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ്. ഇതിൻ്റെ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ AC DC ആക്കി മാറ്റി വീണ്ടും ഹൈ ഫ്രീക്വൻസി ഉപയോഗിച്ച് ഇതുപോലെ മോസ്ഫെറ്റുകളെ സ്വിച്ചിങ് ചെയ്യിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ IGBT വരാം, മോസ്ഫെറ്റ് വരാം. പവർ കൂടുന്നതിനനുസരിച്ച് ഇത് ചൂട് വലിച്ചെടുക്കാനാണ് ഹീറ്റ് സിങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി ഇത് കമ്പിയല്ലേ, കണ്ടക്ടർ ആയതുകൊണ്ട് ഈ ഫ്രീക്വൻസി പുറത്തേക്ക് പോവാം. അടുത്ത വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും SMPS, TV വർക്ക് ചെയ്യുന്നുണ്ടാവും, AC വർക്ക്. ഈ എല്ലാ ഫ്രീക്വൻസികളും വന്നു കഴിഞ്ഞാൽ അത് പല ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണത്തിനും ഡിസ്റ്റർബൻസ് ആയി മാറും. അപ്പോൾ അതൊരിക്കലും വരരുത്. അതിൻ്റെ ഒരു സെക്യൂരിറ്റി പർപ്പസ് എല്ലാ ബോർഡിലും ഉണ്ടായിരിക്കണം, എങ്കിലേ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഡിസൈനിങ് ഫീൽഡിൽ വരുന്നതാണ്. വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു ഉദാഹരണം റോഡിൽ പറഞ്ഞുതരാം. റോഡിൽ എന്താ ചില നിയമങ്ങളൊക്കെ ഇല്ലേ? ഇടത് വശത്ത് ഇവിടുത്തെ കാര്യമാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഓടിക്കണം, ഒരാൾ ഇതിൽ വശത്ത് വരുന്നു, ഓവർടേക്ക് നിയമങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും ലൈസൻസും വേണ്ട ഇഷ്ടംപോലെ ഓടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് കംപ്ലീറ്റ് ബ്ലോക്കായി ഒന്നും ഇങ്ങോട്ടും പോയില്ല. സെയിം പ്രിൻസിപ്പിൾ ഫ്രീക്വൻസിൻ്റെ കാര്യത്തിൽ പാലിക്കണം. അതിനാണ് ഇതിനകത്തുള്ള ഈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്. വല്ലതും ഇനി ഈ വഴി അവിടെ നിന്ന് ലീക്കേജിൽ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ടും വരരുത്. അത് ഇതിൻ്റെ ഫ്രീക്വൻസി. അതിനാണ് ഇത്രയും ഈ ഫിൽറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫിൽറ്റർ സെക്ഷൻ എന്തൊക്കെ വേണം? മെയിനായിട്ട് വേണ്ട ചോക്കുകളാണ് വേണ്ടത്. ഇതൊരു ചോക്കാണ്, ഇത് മറ്റൊരു ചോക്കാണ്. സർക്യൂട്ടിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഫിൽറ്റർ സെക്ഷൻ ഇവിടെ. പിന്നെ 2 കപ്പാസിറ്റർ മെയിനാണ് വരുന്നത്. X കപ്പാസിറ്റർ, Y കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. 2 വരും, Xും Yയും. അതാണ് അതിന് പൊതുവെ പറയുന്നത്. ഇതിനകത്ത് എല്ലാ ബോർഡിലും കാണാം. അതുകൊണ്ട് ഒന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അതില്ലാതെ ഒന്നും വരില്ല. ചോക്കുകൾ കാണാം, ഇവിടെ കോയിൽ കാണാം. പിന്നെ അതുപോലെ ഇതിനിടയ്ക്ക് ഈ MOV കാണാം. ഇവിടെ X കപ്പാസിറ്റർ, Y കപ്പാസിറ്റർ ഒക്കെ അതിനകത്ത് കാണാം. അതിൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ടാണ്. ഇനി ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വരും. ഫിൽറ്റർ കോയിൽ വരുന്നു, MOV വരുന്നു, ഇത് റിലേ ആണ്. പിന്നെ 2 X കപ്പാസിറ്റർ, Y കപ്പാസിറ്റർ. ഇതാണ് ഫിൽറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പരിശോധിക്കുക. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ DCയിലോട്ടാണ് കിടക്കുന്നത്. ഇനി ഇവിടെ വരുന്നത് ഇതാണ് റെക്ടിഫയർ സെക്ഷൻ. ഡയോഡ് AC-യെ DC ആക്കി മാറ്റുന്നു. DC ആക്കി മാറ്റുമ്പോൾ ഇവിടെ മീറ്റർ കൊണ്ട് നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഈ 2 കാത്തോഡിലും കാണുന്നത് 2 തമ്മിൽ ഇവിടെ ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ പോസിറ്റീവ് വരണം, ഇവിടെ നെഗറ്റീവ് വരണം. അത് എത്ര വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കപ്പാസിറ്റർ ഇല്ലാതെ അളക്കരുത്. ഈ ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റഡി ആവും. ഇവിടെ പൾസേറ്റിംഗ് DC എന്നാണ് പറയുന്നത്. പ്യുവർ DC അല്ല, പൾസേറ്റിംഗ് DC. ഇവിടെ ഫ്രീക്വൻസി AC ആയതുകൊണ്ട്. അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് അളക്കുന്ന സമയത്ത് ഈ കപ്പാസിറ്ററിൽ എത്രയാണോ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് 470 MFD 320 വോൾട്ട്. 320 വോൾട്ട് ആണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ വോൾട്ടേജ് ആയിരിക്കും ഇത് തമ്മിൽ കാണുക. മൾട്ടിമീറ്ററിൽ DC റേഞ്ചിലിട്ടിട്ട് DCൻ്റെ മീറ്ററിൽ എത്രയാണോ കുറച്ച് കൂടിയ റേഞ്ച് എടുക്കാം. DC ഇതിനകത്ത് വരുന്നത് AC അളക്കുന്ന സമയത്ത് 230 റേഞ്ച് ഇല്ലാത്തത് കാരണം നമുക്ക് ഇവിടെ വോൾട്ടേജ് സെക്ഷൻ AC വോൾട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ 200, 230, 750 റേഞ്ചിൽ AC സെലക്ടർ വെച്ചതിന് ശേഷം അളക്കണം. പിന്നെ അതുപോലെ DC അളക്കുന്ന സമയത്തും ഇവിടെ 1000, 200 കൂടുതൽ 1000 DC 1000 വേണം. ഈ സെക്ഷനാണ് DC വരുന്നത്. അപ്പോൾ മൾട്ടിമീറ്റർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കൂടിയ റേഞ്ച് പല വീഡിയോയിലും പറഞ്ഞതാണ്, എങ്കിൽ ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് സെക്ഷൻ വൈസ്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഇവിടെ AC വരുന്നില്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് സൈഡ് കംപ്ലൈൻ്റ് ആയിരിക്കും. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ AC എത്തും. ഇവിടെ 230 വരുന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ, ഇവിടെ വരെ ഇങ്ങോട്ട് വരുന്നൊന്നും കോയിലും ഇവിടെ ഒന്നും ചെക്ക് ചെയ്യേണ്ട. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിലായിരിക്കും, ഫിൽറ്റർ സെക്ഷൻ. പിന്നെ റെക്ടിഫയർ ഡയോഡ് സെക്ഷൻ വന്നാൽ ഇവിടെ DC വന്നാൽ അത്രയും ഓക്കെ. ഈ കപ്പാസിറ്ററൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നിങ്ങൾക്ക് 300 വോൾട്ട് DC കിട്ടിക്കഴിഞ്ഞു.
ഈ ഡി സി കൊണ്ടാണ് ഇനി സ്വിച്ചിങ് ചെയ്യിക്കാൻ പോകുന്നത്. എന്താണ് സ്വിച്ചിങ്? മോസ്ഫെറ്റുകളെ സ്വിച്ച് ചെയ്യിക്കുന്നു. ഹൈ ഫ്രീക്വൻസി. ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ്. അത് ഏകദേശം ഒരു 2000 കിലോ ഹെർട്സ് ആവാം, അല്ലെങ്കിൽ 3000 കിലോ ഹെർട്സ് ആവാം. വ്യത്യസ്ത ഫ്രീക്വൻസി, ഓരോ കമ്പനിയും അതിൻ്റെ അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. എനിവേ ഹൈ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻപുട്ടിലാണെങ്കിൽ 50 ഹെർട്സേ ഉള്ളൂ, 50 വെറും 50. ഇവിടെ 1000 2000 റേഞ്ചൊക്കെ വരുന്നുണ്ട്. ഈ ഹൈ ഫ്രീക്വൻസിയിൽ ഈ ഡി സി എങ്ങനെ മുറിച്ച് പൾസാക്കി മാറ്റണം, അതിനുള്ള സർക്യൂട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഐ സിയും ഡിഫറെൻ്റ് ഐ സി ആവാം. ഇനി ഏത് ഐ സി വന്നാലും സർക്യൂട്ട് ബൈ ഹാർട്ട് ആക്കണ്ട. ഇതിൻ്റെ നമ്പർ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിൻ്റെ പിൻ വോൾട്ടേജസ് അല്ലെ പിൻ കണക്ഷൻസ് ടൈപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഏത് ഐ സി ആണെങ്കിൽ നമ്പർ കൊടുത്താൽ കിട്ടും. അപ്പോൾ ഓരോ പിന്നിൽ എത്ര വോൾട്ടേജ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ മീറ്റർ ഉപയോഗിച്ച് മൾട്ടിമീറ്റർ ഡി സി റേഞ്ച് ഇവിടെയൊക്കെ 12 വോൾട്ടിൽ കുറവാണ് ഡി സി. അപ്പോൾ ഒരു 20 വോൾട്ടിൻ്റെ ഡി സി റേഞ്ചിലിട്ട് അളന്നാൽ മതി. അങ്ങനെ ഈ 2 മോസ്ഫെറ്റിനെ സ്വിച്ചിങ് ചെയ്യിക്കുന്നു സർക്യൂട്ട് ഉപയോഗിച്ച്. ഹൈ ഫ്രീക്വൻസി 2000 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. നിങ്ങൾക്കറിയാം ട്രാൻസ്ഫോമർ എപ്പോഴും എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അങ്ങനെ ഇതിന് വീണ്ടും ഈ ഡി സിയെ ഇത്രയും ഹൈ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യിക്കുമ്പോൾ വളരെ ചെറിയ ട്രാൻസ്ഫോമർ മതി. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ പുറത്തേക്ക്, അതായത് ചെറിയ ടാപ്പിംഗ് കാണും. 5 വോൾട്ടിന് ടാപ്പിംഗ്, 3 വോൾട്ടിന് ടാപ്പിംഗ്, 12 വോൾട്ട് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് വരും. അങ്ങനെ അത് ഉപയോഗിച്ച് പിന്നീട് ചെറിയ കപ്പാസിറ്റർ മതി ഫിൽറ്ററിങ്ങിന്. അപ്പോൾ ഇതിനകത്ത് ഡി സി കിട്ടും. ഇതിനെ സംബന്ധിച്ച് ഒരു സർക്യൂട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വീണ്ടും അത് വന്ന് ഇതിൻ്റെ ഔട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്. ഹൈ ആംബിയറാണ് ഈ പ്രോഡക്റ്റിന് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും ഒരു ഫിൽറ്ററിങ് കൂടെ കഴിഞ്ഞ ശേഷം പിന്നെ അത് സെക്ഷൻ വൈസ്. അപ്പോൾ ഇവിടെ നോക്കുന്നു 5 വോൾട്ട് 3 വോൾട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സംശയിക്കാം. പിന്നെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉള്ളത് ഇതാണ്, ഈ ഐ സിക്ക് കംപ്ലയിൻറ്റ് വരാം. അല്ലെ മെയിൻലി ഈ മോസ്ഫെറ്റിന് ചിലപ്പോൾ പൊട്ടിപ്പോയതാണെങ്കിൽ ഇവിടെയൊക്കെ കഷ്ണം തെറിച്ച് പോയത് കാണും, കരിഞ്ഞത് കാണും. അങ്ങനെയാണെങ്കിൽ ഇത് അഴിച്ചെടുത്തിട്ട് വല്ല ഇവിടെ സെനർ ഡയോഡുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ആ സെനർ ഡയോഡിന് എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ, ലോഡ് കൊടുക്കാതെ സീരീസ് ലാമ്പിലൊന്ന് അളന്ന് നോക്കാം. വലിയ കുഴപ്പമില്ലെങ്കിൽ ഇത് പുതുതായിട്ട് അഴിച്ച് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ ഇത് ഫിക്സ് ചെയ്യുന്നു. ഇതാണ് ഈ SMPS സെൻസർ. ഇനി അടുത്തത് എടുത്ത് നോക്കാം. അടുത്തതും അങ്ങനെ തന്നെയാണ്, സെക്ഷൻ വൈസ്. ഇവിടെ 230 വോൾട്ട് എ സി വരണം. ഫേസ് ന്യൂട്രൽ എ സി എന്ന് എഴുതിയിട്ട് ലൈൻ ന്യൂട്രൽ 2 ലൈൻ കൊടുക്കുന്നു. ഫിൽറ്റർ സെക്ഷൻ. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കുക, എത്രയാണോ വരുന്നത്. ഇതിനകത്ത് 450 വോൾട്ട് 450 വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്, 450. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവും നെഗറ്റീവും ഡി സി റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ 450 വോൾട്ട് ഡി സി വരുന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് സെക്ഷനും എല്ലാം പെർഫെക്റ്റ് ആണ്, ഇവിടം വരെ പെർഫെക്റ്റ് ആണ്. ഇവിടെ എ സി വരുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ഡയോഡിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ഡി സി വരില്ല. കപ്പാസിറ്ററിന് കംപ്ലയിൻറ്റ് വന്നാലും വരില്ല. ഇത്തരത്തിലുള്ള കപ്പാസിറ്ററൊക്കെ കംപ്ലയിൻറ്റ് വരിക എന്നുള്ള റെയറാണ്, വരാറില്ല. ഇതാണ് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇതൊക്കെ മൈക്രോ കൺട്രോൾ ഐ സി എല്ലാം അടിവശത്ത് വരുന്നത് കൊണ്ട് പിന്നെ ആ SMPS ആയിട്ട് കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നതും ഡ്രൈവറൊക്കെ അത് ചെയ്യും. പിന്നെ ബാക്കി ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ടിൽ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും. ഇതിനെ സംബന്ധിച്ച് 12 വോൾട്ട് വരുന്നുണ്ട്, 5 വോൾട്ട് വരുന്നുണ്ട്, 3 വോൾട്ട് വരുന്നുണ്ട്, 150 വോൾട്ട് വരെ വരുന്നുണ്ട് ഡി സി ഫാൻ ഡ്രൈവിന് വേണ്ടി. ഇങ്ങനെയാണ് ഈ ടൈപ്പിന് വരുന്നത്. കമ്പ്യൂട്ടറിന് ഈ പറഞ്ഞ പോലെ തന്നെ വരുന്നു. സെക്ഷനുകളൊക്കെ സെയിം ആണ്. ഐ സി ഇവിടെ കാണാം. ഇതിന് 5 വോൾട്ട് 12 വോൾട്ട് 3.3 വോൾട്ട് വ്യത്യസ്ത വോൾട്ട്. ഒരേ വോൾട്ടേജ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊടുക്കേണ്ടതിനുകൊണ്ടാണ് ഇത്രയധികം വയർ പാരലായിട്ട് എടുത്തിരിക്കുന്നത്. മിക്കവാറും വോൾട്ടേജ് വ്യത്യാസം വരും. ഇങ്ങനെയാണ് ഒരു SMPSൻ്റെ അല്ലെങ്കിൽ ഏത് SMPSും നിങ്ങൾ സെക്ഷൻ വൈസ് ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത് ഈ ഇതനുസരിച്ചാണ്. ഈ PCB മാത്രമല്ല, എന്താണ് SMPSും മറ്റെന്താണെങ്കിലും ഈ രീതിയിൽ നോക്കണം. ഇനി SMPS സർവീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഇതൊരു ബുക്ക് വരുന്നുണ്ട്. 1-ാം തീയതി ജൂലൈ 1 മുതൽ ഇറങ്ങുന്നു. അത് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം. വാട്സാപ്പ് നമ്പർ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ബുക്കിൻ്റെ. ഇതാണ് ഇൻവെർട്ടർ AC റിപ്പയറിംഗ് ഗൈഡ് എന്ന് പറയും. അപ്പോൾ ഇത് വാങ്ങിച്ച 2 ഗുണമുണ്ട്. നിങ്ങൾക്ക് ഇൻവെർട്ടർ AC ബോർഡ് റിപ്പയറിങ്ങും പഠിക്കാൻ പറ്റും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫുള്ളായിട്ട് കൊടുത്തു കാണും. അപ്പം ഡീറ്റെയിൽസിന് ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പർ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം.